അതുകൊണ്ട് ഈ കപ്പലിനകത്തെ കണ്ടെയ്നറുകൾ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. ലിഡിയ ജേക്കബ് കൂടി കൊച്ചിയിൽ ചേരുന്നു. ലിഡിയ, അവിടെ നേവി ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏതെല്ലാം തരത്തിൽ ഇടപെടുന്നുണ്ട്? നേവിയുടെ കപ്പൽ ഏതെങ്കിലും ഇപ്പോൾ ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ സജീവമായി ഇടപെടുന്നുണ്ടോ? കൊച്ചി നാവികാസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സൈഫു, വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി തന്നെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 6 ഷിപ്പുകളാണ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. സജദ്, അർമേഷ്, സമുദ്രബഹിരി, അഭിനവ്, രജ്ദൂത്, C-144 എന്നീ കപ്പലുകളാണ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. വിപുലമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. നേവിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള കാര്യങ്ങളാണ്, അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ 6 കപ്പലുകളുണ്ട്. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കപ്പലിനുള്ളിൽ ഇന്ത്യക്കാർ ഇല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം എന്ന് പറയുന്നത്. ചൈന, മ്യാൻമർ, ഇന്തോനേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കപ്പലിന്റെ ഉള്ളിലുള്ളത്. അതിൽ 18 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ. 4 പേർ ഇപ്പോഴും കപ്പലിൽ തുടരുന്നുണ്ട് എന്നും അറിയുന്നു. മാത്രമല്ല, ഈ രക്ഷാപ്രവർത്തനം നടത്തി കോഴിക്കോട്, എറണാകുളം ജില്ലകളിലേക്കായിരിക്കും, കേരള തീരത്തേക്ക് പരിക്കേറ്റവരെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കോഴിക്കോട്, എറണാകുളം ജില്ലകളിലേക്കായിരിക്കും കൊണ്ടുവരിക. ഇങ്ങോട്ടേക്ക് പരിക്കേറ്റവരെ കൊണ്ടുവരുമ്പോൾ കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് പരിക്കേറ്റവരെ കൊണ്ടുവരികയാണെങ്കിൽ പോലും ഇത്തരത്തിൽ വലിയ സജ്ജീകരണങ്ങൾ, ഒരു മാസ് കാഷ്വാലിറ്റി തന്നെ ഒരുക്കാൻ അത്തരത്തിലുള്ള മുന്നറിയിപ്പും കാര്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. DMOയും കളക്ടറും അത്തരത്തിലുള്ള മുന്നറിയിപ്പും കാര്യങ്ങളും ഒക്കെ വിവിധ ആശുപത്രികളിൽ നൽകിയിട്ടുണ്ട്. സജ്ജീകരണങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ എറണാകുളത്തും അതുപോലെ തന്നെ കോഴിക്കോടും നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് കോഴിക്കോടേക്കായിരിക്കാം കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ സാധിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എറണാകുളത്തേക്കും ആളുകളെ കൊണ്ടുവരുമെന്നും അറിയുന്നു. സേഫോ.